രുചിത്തെ ബാർക്ക് തട്ടിപ്പിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളത് സുപ്രധാനമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കളമശ്ശേരി പോലീസാണ് ഇതിൽ കേസെടുത്തിരിക്കുന്നത്. 2 പ്രതികളാണ് ഇതിലുള്ളത്. ഒന്ന് റിപ്പോർട്ടർ ടിവിയുടെ ഉടമ, അതുപോലെ തന്നെ ഈ ബാർക്കിലെ ജീവനക്കാരനായിട്ടുള്ള പ്രേംനാഥ്. ഈ 2 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 1-ാം പ്രതി പ്രേംനാഥാണ്. അതിലെ ബാർക്കിലെ ജീവനക്കാരനാണ് ഈ അട്ടിമറി നടത്തിയതിൽ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാൾ 1-ാം പ്രതിയായിട്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ സത്യയിലൂടെ തന്നെ ഈ ബാർക്ക് റേറ്റിംഗിൽ സംഭവിച്ചിട്ടുള്ള വലിയ രീതിയിലുള്ള തിരിമറികൾ 24 പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ 12 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും കേരളത്തിൻ്റെ ഡിസ്കഷൻ ടേബിളിലുള്ള ഒരു ചാനലായ നമ്മൾ എല്ലാ ആഴ്ചയും ബാർക്ക് റേറ്റിംഗ് വരുമ്പോൾ ഏറ്റവും താഴെ. നമ്മൾ ഒരു ദിവസവും മണിക്കൂറുകളോളം ഏറ്റവും മുകളിൽ നിന്നിട്ടുണ്ട്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ യൂട്യൂബിൽ നമ്പർ 1 നിൽക്കും. 1 ലക്ഷത്തിലധികം പ്രേക്ഷകരുമായി 1.5 മണിക്കൂറൊക്കെ നമ്മൾ നിന്നിട്ടുള്ള മാസങ്ങൾ സന്ദർഭങ്ങളുണ്ട്. പിറ്റേ ആഴ്ച ബാർക്കിൻ്റെ പേപ്പർ ഒരു നോക്കും, ആ മണിക്കൂറിൽ നമ്മൾ ഏറ്റവും താഴെയായിരിക്കും. കുറേ ഇൻസിഡൻസ് ഉണ്ട്. ഏറ്റവും അവസാനം ബാർക്കിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇന്ന സംഭവങ്ങളിൽ ഞങ്ങൾ ഡിജിറ്റലിൽ മറ്റാരെക്കാളും ഫാർ ഏറ്റവും മുകളിലാണ്, ബട്ട് നിങ്ങളുടെ കണക്കിൽ ഞങ്ങൾ ഏറ്റവും താഴെയാണ്. അതിൻ്റെ ന്യായം വിശദീകരിക്കാൻ ചോദിച്ചിട്ട് അവർക്ക് വിശദീകരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഈ കണ്ടിരിക്കുന്ന റിപ്പോർട്ട് യഥാർത്ഥത്തിൽ കേരളത്തെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടാണ്. ചാനലുകൾ പോലും കള്ളത്തരം പറയുന്നു, കള്ളത്തരം പ്രചരിപ്പിക്കുന്നു. സാമ്പത്തിക മെച്ചത്തിന് വേണ്ടി ഏത് മോശപ്പെട്ട പ്രവൃത്തിയും ചെയ്യാൻ മലയാളത്തിൻ്റെ ചാനൽ പോലും തയ്യാറാകുന്ന ഒരു പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടർമാർ, അതായത് മീഡിയക്കാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിരിക്കുന്ന കാര്യം. ഇത് വല്ലാത്ത രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ചാനലുകൾ പറയുന്ന റിപ്പോർട്ട് പോലും യാഥാർത്ഥ്യമല്ല എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്താണ് ഇവിടെ നടത്തിയിരിക്കുന്ന സംഭവം? റേറ്റിങ്ങിൽ തട്ടിപ്പ് നടത്തി ബാർക്ക് തട്ടിപ്പ് എന്നാണ് ഇതിൽ പറയുന്നത്. 24 ചാനലിലെ ഉണ്ണികൃഷ്ണൻ്റെ പരാതി പ്രകാരം റിപ്പോർട്ടർ ചാനലിനെതിരെ കേസ് നൽകിയിരിക്കുന്നു. എന്താണ് കേസ്? ബാർക്ക് തട്ടിപ്പ്. ഇതിനു മുമ്പ് ശ്രീകണ്ഠൻ നായർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് വലിയ ഗൗരവത്തിൽ ആരും എടുത്തിട്ടില്ലെങ്കിലും പിന്നീടാണ് അതിൻ്റെ ഗൗരവം മനസ്സിലായത്. ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസത്തെക്കുറിച്ച് കൃത്യമായ രീതി ഏകദേശം ഒരു 9-10 മിനിറ്റോളം ഒരു വലിയ പ്രസംഗത്തിൻ്റെ ഭാഗത്ത് അദ്ദേഹം ഈ കാര്യങ്ങളെക്കുറിച്ച് എടുത്ത് പറയുന്നുണ്ട്. കളമശ്ശേരി പോലീസ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് FIR ഇട്ടു. 15 കോടിയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പരാതി. 24 ചാനലിനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് പറയുന്നത്. 2025 ഡിസംബർ 2-ന് 24 ചാനൽ റിപ്പോർട്ടർ ടിവിക്കെതിരെ കേസ് നൽകുന്നു. ബാർക്ക് സീനിയർ മാനേജർ പ്രേംനാഥിനെതിരെയാണ് കേസ് എന്നതിൽ പറയുന്നു. ഭാരതീയ ന്യായ സംഹിതയിലെ 316/2, 318/4, 340/2, 3/5 വകുപ്പുകൾ ചുമത്തിയിട്ടാണ് കേസ്. റേറ്റിംഗ് ഡാറ്റയിൽ തിരിമറി നടത്തി 2-ാം പ്രതിയായിരിക്കുന്ന റിപ്പോർട്ടർ ചാനൽ ഉടമയ്ക്ക് ബാർക്ക് മീറ്റർ സംബന്ധിച്ച രഹസ്യ വിവരങ്ങൾ കൈമാറി എന്നതിൽ പറയുന്നു. പരാതിയിൽ പറയുന്ന കാര്യമാണ് ഈ കാര്യങ്ങളൊക്കെ. പരാതിക്കാരൻ്റെ റേറ്റിംഗ് കുറച്ചു, റിപ്പോർട്ടർ ചാനലിൻ്റെ റേറ്റിംഗ് ഉയർത്തി കാണിക്കുകയും ചെയ്തു. പരസ്യ കമ്പനിയിൽ നിന്നും പണം സ്വീകരിക്കാൻ അല്ലെങ്കിൽ പരസ്യം കൂടുതലായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്തത്. 15 കോടിയുടെ രൂപയെങ്കിലും നഷ്ടമുണ്ട് 24 ചാനലിന് എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ്. ബാർക്ക് എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര ഏജൻസിയാണ്. അതിന് വ്യൂവേഴ്സിനെ, അതായത് എത്രത്തോളം ആളുകൾ കാണുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ബാർക്ക് റേറ്റിംഗ് തീരുമാനിക്കുന്നത്. TRP എന്നതിന് പറയും. TRP വെച്ചാൽ ടെലിവിഷൻ റേറ്റിംഗ് പോയിൻ്റ്. ഓരോ പ്രോഗ്രാമിനും ചാനലിനും ഓരോ നിശ്ചിത സമയത്ത് കാണുന്ന പ്രേക്ഷകരുടെ ശതമാനമാണ് TRP എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ചാനലിൽ TRP ഒരു 10% ശരാശരി 100 ആളുകളിൽ 10 പേർ ചാനൽ കണ്ടിരിക്കുന്നു എന്ന് അനുമാനിക്കുന്നു. അത് കുറച്ചും കൂടി യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെട്ട് ഈ വീഡിയോ ചെയ്യുന്ന ആളുകൾ, അത് പണം കിട്ടി വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ രീതിയിൽ യൂട്യൂബ് ചാനൽ അതിൻ്റെ രൂപങ്ങൾ കൃത്യമായ രീതിയിൽ കാണാൻ വേണ്ടി സാധിക്കും. ഒരു ദിവസം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, അത് ഇന്നത്തെ രാത്രി കഴിഞ്ഞ് നാളെ രാവിലെ എടുത്ത് പരിശോധിച്ചാൽ ഇന്നലത്തെ ചെയ്തിരിക്കുന്ന വീഡിയോക്ക് എത്ര ഡോളർ കയറിയിട്ടുണ്ട് എന്ന് വളരെ കൃത്യതയോടുകൂടി യൂട്യൂബ് ഈ ചാനൽ ഉടമക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രവുമല്ല എത്ര ആൾ കണ്ടിട്ടുണ്ട്, എത്ര ലൈക്ക്, എത്ര കമൻറ്റ്, എത്ര ഷെയർ നടന്നിട്ടുണ്ട്,
അതേപോലെ തന്നെ ഏതെല്ലാം രാജ്യത്തുള്ള ആളുകളാണ് കണ്ടത്, ഇന്ത്യക്കാർ, UAE, ഖത്തർ, ബഹ്റൈൻ, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന വിദേശ രാജ്യത്ത്, യൂറോപ്പ് ആണെങ്കിൽ അമേരിക്ക, ഫ്രാൻസ്, ഇറ്റലി, ഈ ഓരോരോ രാജ്യത്തിലും എത്ര പേര് കണ്ടിട്ടുണ്ട് എന്നതിൽ അറിയാൻ പറ്റും. മാത്രമല്ല എത്ര വയസ്സുള്ളവരാണ് അത് കണ്ടത് എന്ന് ഏജ് ലിമിറ്റ് പോലും കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇനി മണിക്കൂർ എടുത്ത് പരിശോധിക്കാം, ഈ 12 മണിക്കൂർ എടുത്ത് പരിശോധിക്കാം, 24 മണിക്കൂർ എടുത്ത് പരിശോധിക്കാം, ഒരു ദിവസമോ 2 ദിവസമോ ഒരു വീക്കിലോ എടുത്ത് പരിശോധിക്കാം. ഓരോരോ ഭാഗത്തും കൃത്യമായ രീതിയിൽ പരിശോധിച്ചിട്ട് യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യവും സത്യസന്ധവുമായ രീതിയിൽ അവർ കണ്ടവരെക്കുറിച്ചുള്ള വിവരം ഈ പറയപ്പെട്ട യൂട്യൂബർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാം വളരെ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്. ഒരു മിനിറ്റിൽ പോലും എത്ര ആളെ കണ്ടിട്ടുണ്ട് എന്നറിയാൻ പറ്റും. ഒരു വർഷം എടുത്താൽ അത് അറിയാൻ വേണ്ടി പറ്റും. മാത്രമല്ല ഒരു വീഡിയോക്ക് എത്ര ഡോളർ കിട്ടിയിട്ടുണ്ട് എന്നറിയാൻ പറ്റും. അത് ഈ വീഡിയോ ആണെങ്കിലും ഇനി ഷോർട്സ് ആണെങ്കിലും അതിന് എത്ര കിട്ടിയിട്ടെന്ന് അറിയാൻ പറ്റും. ഈ ഏറ്റവും കൂടുതൽ കണ്ട സമയം എത്രയാണെന്ന് അറിയാൻ പറ്റും. വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് യൂട്യൂബ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഈ സംവിധാനം ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. ചാനൽ സംബന്ധിച്ചിടത്തോളം ഇത് ബാർക്ക് എന്ന് പറയുന്ന ഈ സ്വതന്ത്ര ഏജൻസിയിലൂടെയാണ് ഇത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വ്യൂസ് കണ്ടതിനെക്കുറിച്ചുള്ള വിവരം തെറ്റായ രീതിയിൽ ബാർക്ക് പറയുകയാണെങ്കിൽ ആ പറയുന്ന സമയത്ത് നിന്നുണ്ടാവും ഒരു ചാനൽ താഴുമ്പോൾ മറ്റൊരു ചാനൽ പൊന്തിച്ച് പറയും. അതോ ആളുകൾ കാണുന്നത് കുറവായിരിക്കുന്ന ചാനലാണെങ്കിൽ അതിൻ്റെ ഈ മാർക്ക് കൂടുതലായിട്ട് പറയുമ്പോൾ, അതായത് വ്യൂവേഴ്സ് കൂടുതൽ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് പരസ്യദാതാക്കൾ ഏറ്റവും കൂടുതൽ ഈ മാർക്ക് ഉള്ളതിലേക്കാണ് പോവുക. ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടു ഇതിലേക്ക് പോകും. അപ്പോൾ എന്താവും, പരസ്യ കമ്പനിക്ക് കൂടുതൽ കിട്ടുമെന്ന് അവർ വിശ്വസിക്കും. യഥാർത്ഥത്തിൽ ചതിക്കപ്പെടുകയാണ്, ചാനലുകാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ റേറ്റിങ്ങിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പരസ്യക്കാരെന്ത് ചെയ്യുന്നത്, പരസ്യം കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ ആളുകൾ കാണുക എന്നുള്ള ആവശ്യമാണ്. ഇപ്പോൾ നമ്മുടെ പത്രം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന പത്രം മനോരമയാണ്. ഇനി മനോരമ, മാതൃഭൂമി, ഇങ്ങോട്ട് താഴോട്ട് നോക്കുന്ന സമയത്ത് സുപ്രഭാതമാണെങ്കിലും മാധ്യമമാണെങ്കിലും ദേശാഭിമാനമാണെങ്കിലും ചന്ദ്രിക ആണെങ്കിലും ഇങ്ങനെ ഒരുപാട് പത്രങ്ങൾ. ഈ പത്രത്തിൽ ഫുൾ പേജ് പരസ്യം ഒരു പത്രത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മനോരമയും മറ്റുള്ള പത്രങ്ങളും തമ്മിൽ വലിയ അന്തരമൊന്നും ഉണ്ടാവില്ല. കാരണം ചിലവ് അതിനനുസരിച്ചുണ്ടാവും. എന്നാലോ പത്രം നോക്കുന്ന സമയത്ത് 10 ഇരട്ടിയോളം അല്ലെങ്കിൽ 15 ഇരട്ടിയോളം അധികം മനോരമ വായിക്കുന്നവരായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കൂടുതൽ ആൾക്കാർ പരസ്യം കൊടുക്കാൻ വേണ്ടി മനോരമയ്ക്ക് താല്പര്യം കാണിക്കുന്നതിൻ്റെ കാര്യം കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ മനോരമയുടെ പത്രം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ പരസ്യമുള്ള പത്രം എന്ന് പറയുന്നത് മനോരമയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ സ്ഥിതി. അതെന്തുകൊണ്ടാണ് കൂടുതൽ ആളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സമാനമായിരിക്കുന്ന സ്ഥിതി ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല ടെലിവിഷൻ ചാനൽ രംഗത്ത്. അതിന് ബാർക്ക് ഉപയോഗിക്കുന്നു. റേറ്റിംഗ് കൂട്ടുകയും ചെയ്യുന്ന ഒരു സംവിധാനം, അതിനാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് എന്തുണ്ടാവും, പരസ്യക്കാർ ഇതിലേക്ക് കൂടുതൽ മുതൽ മുടക്കും. ഇവർക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. റേറ്റിംഗ് സംവിധാനത്തിൽ ഈ പറയപ്പെട്ട റിപ്പോർട്ടർ ചാനൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. 24 അതിൻ്റെ താഴെ സ്ഥാനത്ത് വെക്കുന്ന സമയത്ത് അവർക്കുണ്ടായിരിക്കുന്ന നഷ്ടമാണ് 15 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ട് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ചാനലുകാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്തടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അവർ പോലും കള്ളങ്ങൾ പറയുന്നു, കള്ളം പ്രചരിപ്പിക്കുന്നു. സാമ്പത്തികപരമായിരിക്കുന്ന മുന്നേറ്റത്തിന് വേണ്ടി ഏത് തരത്തിലുള്ള പ്രവൃത്തിയും ചെയ്യാൻ വേണ്ടിയിട്ട് ചാനലുകാർ തയ്യാറാകുന്നു എന്നാണ് ചുരുക്കം. ചില രാഷ്ട്രീയത്തെ കുറിച്ച് ഇതിന് മുൻപ് റിപ്പോർട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഒരു രാഷ്ട്രീയ നേതാവാകുന്നത് ഇപ്പോഴത്തെ നിലവിലെ വർത്തമാന സാഹചര്യത്തിലൊക്കെ പ്രസംഗത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും അല്ലെങ്കിൽ ഈ ലേഖന സംബന്ധമായ കാര്യങ്ങൾ എഴുതുന്നതിലൂടെ തന്നെയല്ല, അല്ലെങ്കിൽ അതൊരു 10% മാത്രമേ ഉള്ളൂ. മുൻപ് അങ്ങനെയൊക്കെയായിരുന്നു. രാജാക്കന്മാർ വാളെടുത്ത് യുദ്ധം ചെയ്യുന്ന ഒരു കാലത്ത് ഈ പറയപ്പെട്ടതൊക്കെ വലിയ പ്രസക്തിയായിരുന്നു. ഇന്ന് രാജാക്കന്മാരെ ഒരു ഭരണാധികാരി വാളെടുത്ത് യുദ്ധം ചെയ്യുന്നില്ല, പകരം യുദ്ധം ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. വാടക കൊലയാളികളെ പോലെ യുദ്ധം ചെയ്യിപ്പിക്കുകയാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏതെങ്കിലും യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. നെതന്യാഹു ഏതെങ്കിലും യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. സൈനികർക്ക് ആയുധങ്ങൾ കൊടുത്ത് യുദ്ധത്തിന് അങ്ങോട്ട് വിടുകയാണെന്നല്ലാതെ നെതന്യാഹു ഒരു യുദ്ധത്തിലൊന്നും പങ്കെടുക്കില്ല. ഒരു ഭരണാധികാരികളും പങ്കെടുക്കുന്നത് അതാണ് സ്ഥിതി. എന്നാൽ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയമായിട്ട് വളർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ നേതാക്കന്മാർ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് ചാനലുമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻ്റ് എത്തും. എന്നിട്ട് ഈ ചാനലുകാർക്ക് എന്ത് ചെയ്യും? ഒന്നുകിൽ കാശ് കൊടുക്കും, അല്ലെങ്കിൽ അവർ അഡ്ജസ്റ്റ്മെൻ്റാണ്. എന്നിട്ട് ഈ ചർച്ചാ കാര്യങ്ങൾക്കൊക്കെ അവരെ വിളിക്കും. അവരായിരിക്കും മുഖ്യ വ്യക്തിയായിട്ട് എന്ത് ചെയ്യുന്ന ചർച്ചയിൽ പങ്കെടുക്കും. അങ്ങനെ നേതാവായിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്.
നമ്മൾ ഓരോരുത്തരുടെ പേരെടുത്ത് വരുന്ന സമയത്ത് അത് വ്യക്തി ഹത്യയാവും, പിന്നെ അത് കേസാവും, പിന്നെ അത് വിഷയമാവും. പൊല്ലാപ്പിന് നമ്മളില്ലാത്തതുകൊണ്ടാണെന്ന് പറയാത്തത്. അത് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ വളരെ പെട്ടെന്ന് നേതാക്കന്മാരായിരിക്കുന്ന ഒരുപാട് ആൾക്കാർ രാഷ്ട്രീയ രംഗത്തുണ്ടെങ്കിൽ അവരെ മുഴുവൻ വളർത്തിയത് ചാനലുകാരാണ്. ചാനലുകാർക്ക് പൈസ കൊടുക്കും, അവരെന്ത് ചർച്ചയ്ക്ക് വിളിക്കും, അവർ പല ഘട്ടങ്ങളും ചർച്ച വിളിക്കും. അപ്പോൾ മറ്റുള്ളവർക്ക് പുറത്തുള്ള നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മുഖം വളരെ കൃത്യമാണ്, കണ്ടിട്ടുണ്ട് ചാനലിൽ. അവർ പിന്നെ എന്താ ചെയ്യുക, രാഷ്ട്രീയപരമായിട്ട് സ്റ്റെപ്പായിട്ട് വലിയ പ്രവർത്തന പാരമ്പര്യം പരിചയമൊന്നും ഇല്ലെങ്കിൽ പോലും ജനകീയപരമായ രീതിയിൽ അറിയപ്പെടുന്ന വ്യക്തി എന്ന നിലക്ക് സ്ഥാനക്കയറ്റം വല്ലാതെ കിട്ടും. ഒരു പക്ഷേ മന്ത്രിയോ അല്ലെങ്കിൽ അങ്ങനെ ഔദ്യോഗികപരമായിരിക്കുന്ന സ്ഥാനങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. ഇതിലെല്ലാം ഒളിഞ്ഞിരിക്കുന്നത് ഇത്തരം തട്ടിപ്പുകളാണ്. കഴിവുള്ളവർ ഈ പുറകോട്ട് പോകാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം ഇത്തരം കുരുട്ട് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളിടത്താണ് കഴിവുള്ള ആളുകളൊക്കെ പിറകിലും കഴിവില്ലാത്ത ആളുകളൊക്കെ മുൻനിരയിലും നമ്മൾക്കിപ്പോൾ കാണാൻ സാധിക്കും. രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ, സിനിമാ ഫീൽഡിലൊക്കെ ഇതൊക്കെ എല്ലാ മേഖലയിലും ഇതുണ്ട്. ഈ ഒരു രാഷ്ട്രീയ മേഖലയിൽ മാത്രമൊന്നല്ല, സാമൂഹിക രംഗത്ത്, സാംസ്കാരിക രംഗത്തൊക്കെ. നമ്മൾ കോഴിക്കോട് തന്നെ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിപാടി ഇങ്ങനെ ആളുകൾ വെറുതെ വിളിച്ച് കഴിഞ്ഞിട്ട് അവാർഡ് കൊടുത്തിട്ട് സ്വീകരണം നൽകുക. അപ്പോൾ ഇങ്ങനെ സാമൂഹ്യ പ്രവർത്തന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഷാൾ അണിയിക്കുന്നു, മൊമെൻ്റോ കൊടുക്കുന്നു, വലിയ രീതിയിലുള്ള സ്വീകരണം, വലിയ പ്രചാരണം. ഈ പ്രചാരണത്തിലും സ്വീകരണത്തിലും ഷാൾ അണിയിക്കാനൊക്കെ ഈ ആരാണ് വരുന്നത് ആ വ്യക്തിയിൽ നിന്ന് തന്നെയാണ് പൈസയും വാങ്ങാം. നിങ്ങളൊരു 5,000-10,000 ഉറുപ്പ്യ കൂടി തരിക, നിങ്ങൾക്കൊരു സ്വീകരണം തരും, ഒരു മൊമെൻ്റോ തരും. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരു അംഗീകാരം കിട്ടില്ല, ആൾക്കാരുടെ മുമ്പിൽ വെച്ച് പണം കൊടുക്കും. ഇങ്ങനത്തെ പരിപാടികളുണ്ട്. അപ്പോൾ കഴിവുള്ളവർ തന്നെയല്ല കയറി വരുന്നത്, കഴിവില്ലാത്തവർ കുരുട്ട് മാർഗത്തിലൂടെയാണ് എന്നാണ് ഈ വിഷയം പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ 24 ചാനലിൽ ഈ റിപ്പോർട്ടർ ചാനലിനെതിരെ പരാതി കൊടുത്തു എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല. ഒരു കൊടുംചതി ഈ വിഷയത്തിലൊക്കെ ഉണ്ട് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്ന് ചുരുക്കം.